Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വാറണ്ട്സ് ആൻഡ് കൺവേർട്ടബിൾസ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് വാറണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഗിവ്സ് ഇൻവെസ്റ്റേഴ്സ് എ റൈറ്റ് ടു ബൈ ദ അണ്ടർലൈങ് ഷെയർ, ബോണ്ട് ഓർ എനി അതർ സെക്യൂരിറ്റി അറ്റ് എ സർട്ടൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. However, investors have no obligation to buy the underlying security at that time at that price. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറോ ബോണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റിയോ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പ്രത്യേക വിലയിൽ വാങ്ങാമെന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു റൈറ്റിനെയാണ്, അതായത് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടില്ല അതെല്ലാം തീരുമാനിച്ച് ചെയ്യാമെന്നുള്ളൊരു അവകാശം അതിന് ഇൻവെസ്റ്റർക്ക് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് വാറണ്ട് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വിലയിൽ ആ ഒരു സമയത്ത് വാങ്ങണമെന്ന് യാതൊരു ഒബ്ലിഗേഷൻ ഇൻവെസ്റ്റർക്ക് ഇല്ല താനും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എവ്രി വാറണ്ട് ക്യാരീസ് ദ ഇൻഫർമേഷൻ ഓൺ ദ നമ്പർ ഓഫ് അണ്ടർലൈങ് സെക്യൂരിറ്റി. ഓരോ വാറണ്ടിലും കൃത്യമായിട്ട് എത്ര നമ്മൾ സെക്യൂരിറ്റിയാണ് വാങ്ങുന്നത് എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും. ആൻഡ് ഇൻവെസ്റ്റർ ക്യാൻ ബൈ അറ്റ് വാട്ട് പ്രൈസ്, എത്ര രൂപയ്ക്കാണ് ഏത് ഡേറ്റിനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് പല വാറണ്ടിനനുസരിച്ചിട്ട് തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് ടൈമിനെയും, രണ്ട് ഇൻട്രിൻസിക് വാല്യൂവിനെയാണ് പറയുന്നത്. അതായത് വാല്യൂ ഓഫ് വാറണ്ട് എപ്പോഴും കൂടി എങ്ങനെയാണ്, ടൈം ലെഫ്റ്റ് അൺടിൽ എക്സ്പിറേഷൻ ഈസ് മോർ. നമ്മൾ കാലങ്ങൾ കഴിയുന്തോറുമാണ് കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എപ്പോഴും ഹൈ ആവുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സെക്യൂരിറ്റി. കാരണം നമ്മൾ എത്ര രൂപയാണോ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുകയാണെങ്കിൽ അപ്പം നല്ല രീതിയിലുള്ള റിട്ടേൺ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ വാറണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. ഈ നമുക്ക് ഒരു ഇൻവെസ്റ്റർ വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എത്ര രൂപയ്ക്കാണെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഡേറ്റ് വരേക്കും നമ്മളൊരു കരാർ കാലയളവ് കൊടുക്കും. ആ ഒരു കാലയളവ് വരേക്കും നമുക്ക് ആ ഒരു പ്രൈസ് തന്നെയാണ് വാങ്ങാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിറ്റാച്ചബിൾ ആണ്. ഡിറ്റാച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ഡിറ്റാച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൺ ക്യാൻ ട്രേഡ് ദം സെപ്പറേറ്റ്ലി ഫ്രം ദ അണ്ടർലൈങ് സെക്യൂരിറ്റി. നമുക്ക് ഏത് സെക്യൂരിറ്റിയുടെ മുകളിലാണോ വാറണ്ടുകൾ വാങ്ങുന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വാറണ്ട് മാത്രം ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഡിറ്റാച്ചബിൾ. അതിനോട് അറ്റാച്ച്ഡ് അല്ല, ഡിറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ് പറയുക. ഏത് അണ്ടർലൈൻ സെക്യൂരിറ്റി ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ വാറണ്ട് എന്ന് പറയുന്നത്. റിമെയിൻസ് ഇൻ അക്കൗണ്ട്സ്. ഇനി വാറണ്ടിനെ സംബന്ധിച്ചോളം വെദർ ഓർ നോട്ട് ദ ഇൻവെസ്റ്റർ എക്സൈസ് ദ വാറണ്ട്, ദ അണ്ടർലൈൻ സെക്യൂരിറ്റി റിമെയിൻസ്